ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നാത്തൂൻ വീട്ടിൽ വന്നപ്പോൾ, അതായത് ഹസ്ബൻഡിൻ്റെ പെങ്ങളും എന്നോട് ചോദിച്ച് എനിക്ക് മോഡേണിൽ ഡിക്ഷണറി എഴുതി തരാൻ കഴിയുമെന്ന്, അതായത് കാലിഗ്രാഫി രൂപത്തിൽ. അപ്പം ഞാൻ പറഞ്ഞു എഴുതി തരാമല്ലോ. അങ്ങനെ എഴുതിയതാണ് ഇത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്താന്നായിട്ട് വന്നിട്ടുള്ളത്? വേറൊന്നല്ല, എന്നിട്ട് ഇംഗ്ലീഷ് കാലിഗ്രാഫി ഏറ്റാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇംഗ്ലീഷ് കാലിഗ്രാഫി എഴുതലുണ്ടെങ്കിലും പക്ഷേ ഇതിനെക്കുറിച്ച് യാതൊരുവിധ ധാരണയും എനിക്കില്ല. ഇനി വീഡിയോ കണ്ടിട്ട് നിങ്ങൾ പറയും ഇത് കാലിഗ്രാഫി അയക്കണോ എങ്ങനെ ഉണ്ട് എന്നുള്ളതൊക്കെ കമൻറ്റ് ബോക്സിലിട്ടാ. നമുക്കിതിനെക്കുറിച്ച് യാതൊരു ധാരണ ഇല്ലാത്തതുകൊണ്ട് ഹെൽപ്പ് ചോദിച്ചു പോയില്ലെങ്കിലും മോശമല്ലേ. അപ്പോൾ ഹെൽപ്പ് ചോദിച്ചു പോയത് യൂട്യൂബിനോടും ഗൂഗിളിനോടാണ്. ഓരോട് ഇരിക്കുമ്പോൾ വേറെ ആരോട് ചോദിക്കാൻ അല്ലേ? അങ്ങനെ രണ്ടിലും നോക്കി. അങ്ങനെ അവസാനം എന്നെ സഹായിച്ചത് ഗൂഗിളാണ്. അങ്ങനെ ഗൂഗിളിൽ നിന്ന് കിട്ടിയതാണ് ഈ സംഭവം. പിന്നെ ഒന്നും നോക്കില്ല, പേപ്പർ എടുത്ത് പെൻസിലിട്ട് ആണ്ട് എഴുതായിരുന്നു. ഏതായാലും എഴുതി വന്നപ്പോൾ തന്നെ ഒരു അച്ചാതി ടൈം അയക്കണം. നിങ്ങൾക്കറിയില്ലേ ഇതിനെക്കുറിച്ച് വലിയ ധാരണ ഇല്ലയെന്ന്. ഏതായാലും സാരില്ല, എഫേർട്ട് എടുത്ത് ആണ്ടിരുന്നു. അതാണല്ലോ അതിൻ്റേതായത്. അറബിക് കാലിഗ്രാഫി എനിക്കറിയാമെങ്കിലും അതായത് ബേസിക്. പിന്നെ ഒരുപാട് വീഡിയോസും അതായത് കാലിഗ്രാഫർമാർ ത്വഹാനുസ്രി നിങ്ങൾക്കൊക്കെ അറിയിക്കാരം അവരുടെ വീഡിയോസൊക്കെ ഞാൻ കാണലുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ലാണ്ട് അറബിക് കാലിഗ്രാഫി ഞാൻ എഴുതും. പക്ഷേ ഞാൻ ഇതിൽ ഡബിൾ പെൻസിലിട്ടാണ്. പക്ഷേ ഇംഗ്ലീഷ് കാലിഗ്രാഫിക്ക് ഞാനെടുത്തുക്കുന്നത് ഒരു പെൻസിൽ തന്നെ. ഇതെല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഞാൻ ആലോചിച്ചത് ഡബിൾ പെൻസിൽ എടുത്താൽ മതി, ഇന്ന് ഇത്ര വലിയ റിസ്ക് ഉണ്ടാവില്ലേക്കരെന്ന്. ഏതായാലും കഴിഞ്ഞില്ലേ, ഇനിയിപ്പോൾ പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്നും വിചാരിച്ചു. സംഭവം പെൻസിലിട്ടൊക്കെ അടിപൊളിയാക്കിയതിൻ്റെ ശേഷം ഞാൻ നാത്തൂനോട് പോയി ചോദിച്ചു ഏത് കളർ കൊടുക്കണമെന്ന്. അപ്പം നാത്തൂൻ പറഞ്ഞ് എനിക്കിഷ്ടമുള്ളത് കൊടുത്തു. നോക്കില്ല, ബ്ലാക്കും റെഡ് കൊണ്ട് കൊടുത്ത്. എങ്ങനെയുണ്ട് നിങ്ങൾ പറയും?